ദുനിയാവിലും ആഖിറത്തിലുമുള്ള മാന്യതയുടെ സ്വഭാവം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? ഒരു മനുഷ്യൻ മാന്യനാണ്, ഒരു മനുഷ്യൻ മാന്യതയുള്ളവനാണ് എന്നതിന്റെ മേൽ അറിയിക്കുന്ന 3 സ്വഭാവം ഓ എന്റെ സ്വഹാബികളെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുമോ? സ്വഹാബികളെ ചോദിച്ചു, നബിയെ ഏതാണ് ആ 3 കാര്യം? ദുനിയാവിലും ആഖിറത്തിലും ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ മാന്യനാവണമെങ്കിൽ, ആഖിറത്തിൽ മാന്യനാകണമെങ്കിൽ അവനിൽ ഉണ്ടാവേണ്ട 3 ഗുണങ്ങൾ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒന്ന് അൻ തസിലമൻ ഖതഅക, നിന്നോട് ബന്ധം വിച്ഛേദിച്ച ആളുകളോട് അങ്ങോട്ട് ബന്ധം പുലർത്തുക. വതുഅതി മൻ ഹറമക, നിനക്ക് തരാതെ മാറി നിൽക്കുന്ന ആളുകൾക്ക് അങ്ങോട്ട് കൊടുക്കുക. ഓ എന്റെ സഹോദരന്മാരെ, ചെറിയ പാവങ്ങൾക്ക് പോലും സാധുക്കളായ ആളുകൾക്ക് സമ്പത്ത് അത്യാവശ്യക്കാരായിട്ട് പോലും പരസ്പരം കൊടുക്കാനും സംഭാവനകൾ അർപ്പിക്കാനും ഒന്ന് സഹായിക്കാനും കടം പോലും കൊടുക്കാനും മനസ്സ് കാണിക്കാത്ത പുതുകത്തോട് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വതുഅതി മൻ ഹറമക, നിനക്കൊരാൾ ഇങ്ങോട്ട് കടം തന്നില്ലെങ്കിലും നീ അങ്ങോട്ട് കൊടുക്കണം. നിനക്കവനെ സഹായങ്ങൾ നൽകിയില്ലെങ്കിലും തിരിച്ചു നീ സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. വതഅഫു അമ്മൻ വലമക, ആരാണോ വാക്കുകൊണ്ടോ പ്രവർത്തനങ്ങളെ കൊണ്ടോ നിന്നെ ആക്രമിക്കുന്നത്, ഏത് വിധേന നിന്നെ ആക്രമിച്ചാലും അവർക്ക് നീ മാപ്പ് ചെയ്തു കൊടുക്കുക. ഇത് 3 മാന്യന്മാരുടെ സ്വഭാവമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഓ എന്റെ സഹോദരന്മാരെ, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ 3 കാര്യം ഒരുത്തനിൽ ഒത്തിടങ്ങിപ്പോയാൽ ഹാസബഹുല്ലാഹു ഹിസാബൻ യസീറാ, അല്ലാഹു തആല അവനെ എളുപ്പമുള്ള വിചാരണ കൊണ്ട് അനുഗ്രഹിക്കുകയാണ്. പോരാ വഅദ്ഖലഹുൽ ജന്നത ബിറഹ്മതിഹി, കാരുണ്യത്തോടുകൂടെ പടച്ചറബിന്റെ കാരുണ്യത്താൽ അവനെ സ്വർഗത്തിലേക്കും പ്രവേശിപ്പിക്കുകയാണ്. വിചാരണയാകുന്ന ആ ദിവസത്തിൽ വിചാരണയിൽ നിന്ന് പടച്ചറബ് എളുപ്പം നൽകണോ? വളരെ സമാധാനത്തോടുകൂടെയുള്ള വിചാരണത്തിന് അർഹനാകണോ? എന്നാൽ അവരിലുണ്ടാവേണ്ട 3 ഗുണങ്ങളും ഈ 3 ഗുണങ്ങൾ തന്നെയാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ഓ എന്റെ സഹോദര, എവിടെ ചെന്നാലും എല്ലാവർക്കും സാമ്പത്തികമായ മാന്യത്തിന്റെ പേരിൽ അവലാതി പറയാനുണ്ട്. വീട് നിർമ്മിച്ചത് തുടക്കം കുറിച്ചു പൂർത്തീകരിക്കാൻ കഴിയാത്തവർ അല്ലാഹു തആല എളുപ്പാക്കി തരട്ടെ. ഒരുപാട് ആളുകൾ എവിടെ ചെന്നാലും സാമ്പത്തികമായ വിഷയം. ഇപ്പൊ എന്നോട് ഉസ്താദും പറഞ്ഞു സാമ്പത്തികമായ കുറച്ച് ഡള്ളാണ്. ഏത് നമ്മളെ ഉസ്താദ്, സദർ ഉസ്താദ് പരിപാടി നടത്താൻ ആരോ മൈക്കൊരാളെ ഭാഗ്യാണ് അല്ല പ്രസിഡന്റ്, അങ്ങനെയല്ലേ? അല്ലാഹു തആല അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. എന്നൊക്കെ ആ ഡോക്യുമെന്ററി തന്നെ മതി എന്റെ അഭിപ്രായത്തിൽ. ഇനിയിപ്പോ അതിനായിട്ട് ഇഞ്ഞൊന്നും വിളിച്ചോണ്ട് ഒരാവശ്യമില്ല, എല്ലാം അതിന് ഒതുങ്ങിയിട്ടുണ്ട്. അപ്പം ബൈക്കന്റെ ഒരാള് ഫുള്ളായിട്ട് ഏറ്റിട്ടുണ്ട്. അല്ലാഹു തആല അദ്ദേഹത്തിന് റാഹത്ത് നൽകട്ടെ. അല്ലാഹു റാഹത്ത് തരട്ടെ. നിങ്ങൾക്ക് മതിയായോ? എപ്പം മകരിവിന് തുടങ്ങിയല്ലേ പരിപാടി? അച്ഛനെ ഇതൊരു വലിയ വാഴൊന്നും വല്ലാതെ നടക്കൂലെന്ന് എനിക്കറിയാം. പിന്നെ ഒരു 10 മിനിറ്റെങ്കിലും പറയണമെന്ന് എനിക്കുണ്ട്. ഒരു 10 മിനിറ്റെങ്കിലും പറയണമെന്ന് പൂതിയുള്ള ആൾക്കാരൊന്ന് കയ്യൊക്കി കാണിക്കും. 10 മിനിറ്റെങ്കിലും പറയണം. അങ്ങനെയല്ല കണ്ടങ്ങള് എല്ലാവർക്കും 10 മിനിറ്റ് പറഞ്ഞാൽ മതി. അതാ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് താല്പര്യമല്ല, ഞങ്ങളെ ഉള്ളെടുത്തതാണ്.
മഹാനായ ഹബീബ് മുഹമ്മദ് മുസ്തഫ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അലാ ഉനബ്ബികും ബിമാ യുശ്രിഫുല്ലാഹു ബിഹിൽ ബുന്യാൻ. ഓ എന്റെ സഹോദരാ, നിനക്ക് വലിയ വീട് നിർമ്മിക്കാനുള്ള അവസരം പടച്ച റബ്ബ് നൽകണോ? നിന്റെ വീടിന്റെ പണി പെട്ടെന്ന് പൂർത്തിയാവണോ? വീടില്ലാതെ നീ വിഷമിക്കുമ്പോ നിനക്ക് നല്ല അനുയോജ്യമായ നല്ലൊരു വീട് വേണോ? എന്നാൽ അതിനുള്ള പരിഹാരവും നബി തങ്ങൾ പറയുകയാണ്, പോരാ പോരാ വയർഫഉ ബിഹി ദറജാത്ത്. ഈ ദുന്യവിയായ ജീവിതത്തിൽ ഏതെല്ലാം ഉയർന്ന പദവിയിലേക്ക് നീ എത്തിപ്പെടണോ, നീ ആഗ്രഹിക്കുന്ന സകല പദവികളിലേക്കും പടച്ച തമ്പുരാൻ നിന്നെ എത്തിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ, എന്നാലും നബിതങ്ങൾ പറയുകയാണ്, തഅലമു അലാമൻ തഖില അലൈക. വിവരമില്ലാതെ നിന്നെക്കുറിച്ച് ആരെങ്കിലും ആരോപണങ്ങൾ പറഞ്ഞാൽ, ആരെങ്കിലും നിന്നെ വേദനിപ്പിച്ചാൽ, ആരെങ്കിലും നിന്നെ വഴക്കു പറഞ്ഞാൽ, ആരെങ്കിലും നിനക്ക് പാരമണിതാൽ, അത് വിവരം കെട്ടതിന്റെ പേരിലെന്നറിഞ്ഞാൽ അവനോട് നീ ക്ഷമ കാണിക്കുന്നവനാവുക. നിന്നെ ഇങ്ങോട്ട് ആക്രമിച്ചവർക്ക് നീ മാപ്പ് ചെയ്തു കൊടുക്കുക. നേരത്തെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞ പോലെ അല്ലാഹു തആല നിനക്ക് നൽകിയ നിഅമത്തുകളെ വേറെ ഒരാൾക്ക് കൊടുക്കേണ്ട സമയത്ത് അവന് മുമ്പൊന്നും എനിക്ക് നൽകിയില്ലല്ലോ എന്ന് മനസ്സിലാക്കി അവനെ കൊടുക്കാതിരിക്കാൻ പാടില്ല. അങ്ങനെ വന്നാ നിനക്ക് അല്ലാഹു തആല വലിയ ഉന്നതി നൽകുകയാണ്. സകല പരീക്ഷണങ്ങളിലും പരീക്ഷകളിലും വിജയം നൽകുകയാണ്. അല്ലാഹു തആല വലിയ വീട് നിർമ്മിക്കാൻ ഹലാലായ സമ്പത്ത് നൽകുകയാണ്. ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് ഒരു കാലത്തും ഒരു മുസ്ലിം പകരം വീട്ടുന്നവനാകരുത്, പകപോകുന്നവനാകരുത്, ഇങ്ങോട്ട് തല്ലിയവനെ തിരിച്ചു തല്ലണമെന്നുള്ള മൈൻഡുള്ളവനാകാൻ പാടില്ല. ഇങ്ങോട്ട് പറഞ്ഞാ തിരിച്ചതുപോലെ പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാലേ മനസ്സിന് സമാധാനം കിട്ടൂ എന്നുള്ള ചിന്തയുണ്ടോ? എന്നാൽ നീ യഥാർത്ഥ മുസ്ലിം ആയിട്ടില്ല. അത് ഏത് ജീവിതത്തിലായാലും കുടുംബ ജീവിതത്തിലായാലും ഭാര്യ ഭർത്താക്കന്മാരെ പരസ്പരമായാലും മക്കളും കുടുംബങ്ങളും പരസ്പരമായാലും എവിടെയെല്ലാം നമ്മളെ ബന്ധപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം പരസ്പരം പൊരുത്തപ്പെട്ടു കൊടുക്കാനുള്ള മനസ്സുണ്ടായാൽ അല്ലാഹു തആല അവനറിയാതെ ഒരുപാട് അനുഗ്രഹങ്ങളെ കൊണ്ട് അനുഗ്രഹിക്കുകയാണ്. ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ